പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ വചനവിചിന്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വചനവ്യാഖ്യാനം അവസാനിപ്പിച്ച് വചനവിചിന്തനങ്ങളുടെ 21 വാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠനവിധേയമാക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ 2 യൂദാസുമാരുണ്ടായിരുന്നു. ഒന്ന് തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, ഈ കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. എന്നാൽ മറ്റൊരു യൂദ എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് എന്നു പേരുള്ള മറ്റൊരാളും അവൻ്റെ ശിഷ്യഗണത്തിലുണ്ടായിരുന്നു. യൂദ ഈശോയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവേ, നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നും എന്നാൽ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്നും പറയുന്നതിൻ്റെ കാരണം എന്താണ്? മെസ്സിയാനിക് സീക്രസി, അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മിശിഹ അനുഭവത്തെ പൂർണ്ണമായും ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ഈ ലോകത്തോട് മുഴുവനായും വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് തൻ്റെ കൂടെയുള്ളവർക്ക് അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ വചനഭാഗമാണ് 22, 23, 24 വാക്യങ്ങളിൽ 14-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ത്രിത്വ സഹവാസം സഭയുടെ അന്തസത്തയാണ്. കണ്ടോ നിങ്ങൾ? ത്രിത്വ സഹവാസം സഭയുടെ അന്തസത്തയാണ്. തിരുസഭ നിലനിൽക്കുന്നത് തന്നെയും ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാമോദീസായിൽ നാം ത്രിത്വ സഹവാസത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. മാമോദീസ സ്വീകരിക്കുന്ന ഏതൊരു കുഞ്ഞും ഏതൊരു വ്യക്തിയും ത്രിത്വ സഹവാസത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കാരണം എന്താ? ഒരു കാർമ്മികൻ, വൈദികൻ ഒരു കുഞ്ഞിന് മാമോദീസ നൽകുമ്പോൾ എനിക്ക് എൻ്റെ പേരിൽ ആരെയും മാമോദീസ മുക്കാൻ പറ്റിയല്ല. ഞാൻ മാമോദീസ മുക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ മാത്രമല്ല, ഏതൊരു വൈദികനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ മാമോദീസ മുക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരുടെ നാമത്തിലാണ്? ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിലാണ്. എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് അതിലൂടെ തിരുസഭാ മാതാവ് അർത്ഥമാക്കുന്നത്. സഭയുടെ ഏറ്റവും ഉദാത്തമായ പ്രകാശനമാകുന്ന വിശുദ്ധ കുർബാനയിൽ കാണുന്ന പൗളൈൻ ആശീർവാദം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വചനമുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ പ്രധാനമായും കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്ന പൗളൈൻ ആശീർവാദം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വചനമുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതപ്പെട്ട 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്, നമുക്ക് വായിച്ചു കേൾക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ പൗലോസ് അപ്പോസ്തലൻ്റെ കൊറിന്തോസുകാർക്ക് എഴുതപ്പെട്ട 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന ഈ വചനങ്ങളാണ് തിരുസഭയിൽ ഞാനും നിങ്ങളും കാണുന്ന ആശീർവാദത്തിൻ്റെ ഫോർമുലയായി സ്വീകരിച്ചിരിക്കുന്നത്.
ഇതിനെ പൗളൈൻ ആശീർവാദം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നത്. കാരണം പൗലോസ്ലീഹ ആണ് ഇങ്ങനൊരു ആശീർവാദത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? സഭ ത്രിത്വ സഹവാസത്തിലേക്ക് പ്രവേശിച്ചവരുടെ സമൂഹമാണ് എന്നതിൻ്റെ അടയാളമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള മാമോദീസ എന്ന പ്രവേശക കൂദാശ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ദൈവികമായ കൃപാവരത്തിലേക്ക്, സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് ഏതൊരു വ്യക്തിയും ഉൾച്ചേർക്കപ്പെടുന്നത് മാമോദീസായിലൂടെയാണ്. ഇനീഷ്യൽ സാക്രമെൻറ്റ്. അതുകൊണ്ട് തന്നെയും സഭാ കൂട്ടായ്മയിലുള്ള എല്ലാ സഭകളുടെയും ലിറ്റർജികളിൽ ഈ ആശീർവാദം കാണപ്പെടുന്നുണ്ട്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമുക്കറിയാം സഭയുടെ ആരാധനാക്രമത്തെയാണ് ലിറ്റർജി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ എല്ലാ സഭാവിഭാഗങ്ങളിലും, ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെന്താ കത്തോലിക്ക സഭ ഒന്നല്ലേ എന്ന്. യഥാർത്ഥ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഏതാ? ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മാർപ്പാപ്പയുടെ നേതൃത്വം അംഗീകരിക്കുന്ന 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് പ്രിയ സഹോദരങ്ങളെ കത്തോലിക്ക തിരുസഭ എന്ന് പറഞ്ഞാൽ. അതിലൊന്ന് പാശ്ചാത്യ സഭയായ ലത്തീൻ സഭയാണെങ്കിൽ ബാക്കിയുള്ള 23 വ്യക്തിസഭകളും പൗരസ്ത്യ പാരമ്പര്യമുള്ള സീറോ മലബാർ സഭയെന്നും സീറോ മലങ്കര സഭയെന്നുമൊക്കെ നമ്മൾ അറിയുന്ന സഭകളും മറ്റ് ചില പൗരസ്ത്യ പാരമ്പര്യമുള്ള സഭാവിഭാഗങ്ങളും ചേരുന്ന ഒന്നാണ് കത്തോലിക്ക സഭ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ എല്ലാ സഭാവിഭാഗങ്ങളും എന്ന് ഞാൻ പറയാൻ കാരണം, എല്ലാ സഭാവിഭാഗങ്ങളുടെയും ആരാധനാക്രമം അനുസരിച്ച്, ലിറ്റർജി അനുസരിച്ച് ഈ പൗളൈൻ ബ്ലെസ്സിങ് എന്ന് വിളിക്കപ്പെടുന്ന ദൈവപിതാവിൻ്റെ കൃപയും യേശു കർത്താവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള ആശീർവാദം. എൻ്റെ അടുക്കൽ പലരും വരാറുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണം, ഒരാശീർവാദം തരണം. ആശീർവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുന്ന, എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളെ, എന്നാൽ എൻ്റെ പേരിൽ ഞാൻ നിന്നെ അങ്ങ് ആശീർവദിച്ചേക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ഞാൻ ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന ഒരു പുരോഹിതൻ മാത്രമാണ്. അവൻ്റെ നാമത്തിലാണ് എൻ്റെ അടുക്കൽ വരുന്ന വിശ്വാസികളെ ഞാൻ ആശീർവദിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട ആശീർവാദം കൊടുക്കുന്നത്. അങ്ങനെയേ ആശീർവദിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ നാമത്തിലാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്നെ യോഗ്യനായി കണ്ട് അഭിഷേകം ചെയ്ത് ഒരു പുരോഹിതനാക്കിയിരിക്കുന്നു. There is no other way for me. അവൻ്റെ നാമത്തിൽ മാമുദീസ കൊടുക്കാനും അവൻ്റെ നാമത്തിൽ വിവാഹമെന്ന കൂദാശ ആശീർവദിക്കാനും അവൻ്റെ നാമത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യാനും വേണ്ടിയിട്ടാണ് അവൻ എന്നെ പുരോഹിതനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും സഭയെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹമായി വളർത്തുന്ന സമൂഹപരമായ ഒരു മാനവും ഇതിനുണ്ട് എന്ന് തിരിച്ചറിയുക. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരനുഭവമാണ് ത്രിത്വൈക ദൈവത്തിലുള്ള കൂട്ടായ്മ എന്നുള്ളത്. ഇത് നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ അന്തസ്സത്തെയാണ് ഈ തത്വാത്മകത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ത്രിത്വൈക ദൈവത്തോട് ഉൾച്ചേർന്നുള്ള ജീവിതമെന്ന് മനസ്സിലാക്കാം. ത്രിയേക ദൈവവുമായുള്ള ഈ കൂട്ടായ്മയുടെ അന്ത്യാത്മക സ്ഥിതിവിശേഷമാണ് സ്വർഗമെന്ന് പറയുന്നത്. പരിശുദ്ധ തൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയുടെ അന്ത്യാത്മക സ്ഥിതിവിശേഷം, അന്ത്യാത്മകം എന്ന് പറഞ്ഞാൽ എസ്കത്തളോജിക്കൽ, യുഗാന്തോന്മുഖമായ മരണത്തിന് ശേഷമുള്ള ആ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമായി ത്രിത്വൈക ദൈവത്തോട് ചേർന്ന് ഞാനും നിങ്ങളും ദൈവീക സഹവാസത്തിൽ ജീവിക്കുന്ന അവസ്ഥ. ഇതിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്.
തൃത്വത്തിലെ മൂന്നാളുകളുടെ പരസ്പര ദാനവും സമർപ്പണവും സഭാംഗങ്ങളുടെ പരസ്പര സ്നേഹത്തിലും സമർപ്പണത്തിലും പ്രകാശിതമാകണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും നമ്മെ ഓരോരുത്തരെയും. സഹോദരങ്ങളെ, നമുക്കിനി 14-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളുടെ വിചിന്തനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുമെന്നാ കർത്താവ് നമ്മോട് പറയുന്നേ. യേശു കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പിതാവിനെക്കുറിച്ച് പുത്രൻ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാ അതിൻ്റെ കാര്യം. എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കുക, സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണവും വിശ്വാസ പരിശീലനവുമാണ്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, തിരുസഭ ഒരു മിഷണറി സഭയാണ്, പ്രേഷിതയാണ് സഭ. എന്ന് പറഞ്ഞാൽ സുവിശേഷം കൊടുക്കുക എന്നുള്ളതാണ് സഭയുടെ അന്തസത്ത എന്ന് പറയുന്നത്, സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ പ്രഘോഷകരാകുക, പ്രചാരകരാകുക എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും സഭയുടെ പ്രഥമമായ ദൗത്യം, ഞാൻ പറയും ഏക ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം, സുവിശേഷ പ്രഘോഷണമാണ്. സുവിശേഷ പ്രഘോഷണത്തിലൂടെ എന്താ സൃഷ്ടിക്കപ്പെടുന്നത്? വിശ്വാസ പരിശീലനമാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കാനാണ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഞാൻ വലിയ അഭിമാനത്തോടെ എവിടെ ചെന്നാലും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഞാൻ വിൻസെൻഷ്യൻ സഭയിലെ അച്ഛനാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ 24 വ്യക്തിസഭകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിൽ ഓരോ സഭാവിഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ സമർപ്പിത കൂട്ടായ്മകളുണ്ട്. അതിലൊരു സമർപ്പിത കൂട്ടായ്മയാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ചൈതന്യത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവദാസൻ കാട്രാത്ത് വർക്കിയച്ഛൻ ആരംഭിച്ച വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹം. ഈ വിൻസെൻഷ്യൻ സഭയിൽ അംഗമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതുവഴിയായി ഞാൻ ലക്ഷ്യം വെക്കുന്നതും മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നതും അഭിമാനിക്കുന്നതുമായ കാര്യം എന്താണെന്നറിയാവോ? സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദീപസ്തംഭമായി ഇന്ന് ലോകം മുഴുവനും വിൻസെൻഷ്യൻ സഭ ഉണ്ട് എങ്കിൽ, സഭയുടെ പ്രവർത്തനങ്ങളുണ്ട് എങ്കിൽ, സഭയുടെ ധ്യാന കേന്ദ്രങ്ങളുണ്ട് എങ്കിൽ, സുവിശേഷ പ്രഘോഷണം എന്ന ഏക ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹങ്ങളിലെ വൈദികർ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഞങ്ങൾ അജപാലന ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആതുരാലയങ്ങളുണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇവയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങുമുള്ള സകല ജനങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയും ഞങ്ങളുടെ ചൈതന്യമായി ആപ്തവാക്യമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, വിൻസെൻഷ്യൻ സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 18-ാം തിരുവചനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണ് പ്രിയ സഹോദരങ്ങളെ വിൻസെൻഷ്യൻ വൈദികർ ധ്യാന കേന്ദ്രങ്ങളിലൂടെ വചന ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുക. ലോക സുവിശേഷവത്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട പോട്ട ആശ്രമവും തുടർന്ന് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രവും ലോകമെമ്പാടുമുള്ള മറ്റ് ധ്യാന കേന്ദ്രങ്ങളും ഉണ്ടായത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. അതുകൊണ്ട് തന്നെയും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക എന്നുള്ളതാ ആത്യന്തികമായ കടമ, ഉത്തരവാദിത്വം എന്ന് പറയുക. എന്നോട്
എൻ്റെ സഭാധികാരികൾ അച്ഛനായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു സ്വാർത്ഥപരമായ ആഗ്രഹമായിരുന്നു എന്നാണ് ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞത്. എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, എന്നോട് പഠിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ എന്നാൽ കാനൻ ലോ പഠിക്കണം, നിയമം, എന്നിട്ട് അതോടൊപ്പം അത് പൂർത്തിയാക്കിയിട്ട് LLB പഠിച്ച് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സഭാ നിയമമായ കാനൻ ലോ പഠിക്കുക, അതിനുശേഷം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിയമമായ LLBയും പഠിച്ച് രണ്ടിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, ഒരു കോടതിയിൽ ഒരു വ്യവഹാരം വരുമ്പോൾ, കേസുകൾ വരുമ്പോൾ നടത്താൻ കയ്യിൽ കാശില്ലാത്തവർക്ക് ഒരു സേവനമാകട്ടെ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ മുതിർന്ന വൈദികർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഉപദേശം തന്നു. അച്ഛൻ പഠിക്കാൻ പോവുകയാണെങ്കിൽ അച്ഛൻ ബൈബിൾ പഠിക്കണം, അച്ഛൻ ബൈബിൾ പഠിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞു. അച്ഛൻ ബൈബിൾ പഠിക്കുന്നത് നന്നായിരിക്കും. ചുമ്മാ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, സെമിനാരി പഠിച്ച ബൈബിൾ പഠിച്ചൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് ശരിക്കും ബൈബിൾ പഠിക്കാൻ വേണ്ടി പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി പോയപ്പോഴും ബൈബിള് വിഷയമായി എടുത്തു. പ്രിയപ്പെട്ട, ദീർഘകാലം ലൈസൻഷ്യേറ്റ് എന്നും PhDക്ക് വേണ്ടി ഡോക്ടറൽ പഠനമെന്നും ഒക്കെ പറഞ്ഞ് ദീർഘകാലം ചിലവഴിച്ച് ഒരു ഡോക്ടറൽ തീസിസൊക്കെ എഴുതി ബൈബിള് പഠിക്കാനുള്ള കൃപ എൻ്റെ മുതിർന്ന വൈദികരിലൂടെ, ജ്യേഷ്ഠ സഹോദരങ്ങളിലൂടെ, അവരുടെ ഉപദേശങ്ങളിലൂടെ എനിക്ക് കിട്ടി. ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു കേട്ടോ. കാരണം അപ്പോൾ തന്നെ പോട്ട ആശ്രമത്തിലും മറ്റ് പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൂടെയും ഒക്കെ ഞാൻ ദൈവവചന ശുശ്രൂഷയിലായിരുന്നു. അപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് അല്പം കൂടെ ആധികാരികമായി ബൈബിള് പഠിക്കുന്നത് ഗുണം ചെയ്യുമെന്നുള്ള അവരുടെ ഉപദേശം പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവിക പദ്ധതി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരിലൂടെ വെളിപ്പെട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടിന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാ. ദൈവവചനം അല്പം ആധികാരികമായി പഠിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. ഇത് ദൈവത്തിൻ്റെ ദാനമാണ് കേട്ടോ. എൻ്റെ കഴിവ് കൊണ്ടോ മേന്മ കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ വൈദികർ തന്ന ഉപദേശം സ്വീകരിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ, കുറേയേറെ കാലം അതിനു വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. പറയുന്ന വചനങ്ങളെ അല്പം കൂടെ ആധികാരികമായി പറയാൻ, അതിൻ്റെ വ്യാഖ്യാനങ്ങളെ കൃത്യമായി ബൈബിൾ കമൻട്രികളുടെ, അതല്ലെങ്കിൽ ബൈബിൾ ഗ്രാമറുകളും എൻസൈക്ലോപീഡിയ ഒക്കെ പഠിച്ച്, അത് എഴുതപ്പെട്ട ഭാഷകൾ പഠിച്ച്, ഗ്രീക്കും ഹീബ്രു തുടങ്ങിയ ഭാഷകളൊക്കെ പഠിച്ച് ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുക ദൈവകൃപയാണ്, വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഒരു എളിമയോടുകൂടെ ഈ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അതിനൊരു ആനന്ദം കണ്ടെത്താൻ സഹോദരങ്ങളെ സാധിക്കുന്നുണ്ട്. മറ്റെന്ത് കാര്യം ചെയ്താലും ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ സഭ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുള്ള വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തികളാകുക ഓരോ വിശ്വാസിയുടെയും, മാമുദീസ സ്വീകരിച്ച വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് സുവിശേഷ പ്രഘോഷണം. നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നവനാകണം, പറയുന്നവളാകണം. സഭയിലെ ശ്ലൈഹിക ശുശ്രൂഷയിൽ പ്രഥമ സ്ഥാനം വചന ശുശ്രൂഷയ്ക്കാണ്. എന്നെ പൗരോഹിത്യത്തിലൂടെ അഭിഷേകം ചെയ്തത് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദിമസഭയിൽ സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധത ചർച്ചയ്ക്ക് വിഷയമായപ്പോൾ ശ്രീഹന്മാരും വിശ്വാസികളുടെ സമൂഹവും ഒരുമിച്ച് കൂടി എടുത്ത തീരുമാനം ഇതുതന്നെയാ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി അവരെടുത്ത തീരുമാനം എന്താണ് എന്ന് പറയുന്നുണ്ട്. എന്താ ആ വചനം? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ആ വചനം ഇതാണ്:
നടപടി പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 6-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനമാണ്. ആ വചനം ഇപ്രകാരമാണ്: ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ഞാൻ ആ വചനം ആവർത്തിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം: ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. എന്തിനു വേണ്ടിയിട്ടാ നീ കർത്താവിൻ്റെ ശിഷ്യനായത്, കർത്താവിൻ്റെ വിശ്വാസിയായത്, കർത്താവിൻ്റെ അഭിഷിക്തനായത് എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ടാ. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം. സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല, ആരെങ്കിലും ഒന്ന് മുമ്പിലിരിക്കുമ്പോൾ മാത്രമല്ല, നിനക്ക് സമയം കിട്ടുമ്പോൾ മാത്രമല്ല, നിരന്തരം ദൈവത്തിൻ്റെ വചനം പറയുന്നവനാകാൻ വേണ്ടിയിട്ടുള്ള വിളിയാണിത്. സഹോദരങ്ങളെ, അതിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. നിരന്തരം ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ളതാണ്. അത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദിമ സഭാ സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ ജീവിക്കുന്നവരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ സമൂഹത്തിനിടയിൽ ഇങ്ങനെ പൊന്തി വന്നു. പാവങ്ങളായ ധാരാളം മനുഷ്യരുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധുജന സേവനം ചെയ്യണം നമ്മൾ എന്ന് ഇങ്ങനെ ഒരു സംസാരം ശിഷ്യന്മാരുടെ ഇടയിലും ആദിമ ക്രൈസ്തവ സമൂഹത്തിലും ഉണ്ടായി. അപ്പോൾ ശിഷ്യ സമൂഹവും അതുപോലെ തന്നെ ആദിമ കത്തോലിക്ക ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥനയോടുകൂടി അവർ തീരുമാനമെടുത്തു. തീരുമാനം എന്താ? ശ്ലീഹന്മാര് കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും നിരന്തരം വ്യാപരിക്കുന്നവരാകണം. ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തേരെ. സാധു സേവനം ചെയ്യാൻ വേണ്ടി ധാരാളം പേരുണ്ട്. അത് ചെയ്യണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുക, അത് വേണം. എന്നാൽ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം ദൈവത്തിൻ്റെ വചനം കൊടുക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുക ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയാനാ നിന്നെ മാമോദീസ വെള്ളമൊഴിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു ക്രിസ്ത്യാനിയായി, കത്തോലിക്കനായി നിന്നെ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമാക്കിയിരിക്കുന്നേ. നീ പൗരോഹിത്യം സ്വീകരിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നുണ്ട് എങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുക ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ നടത്തുന്നവനാകണമെന്നുള്ളതാണ്. വചന ശുശ്രൂഷയ്ക്ക് പല മാർഗങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മാർഗം എന്തുമാകട്ടെ, വചന ശുശ്രൂഷയായിരിക്കണം നിൻ്റെ ലക്ഷ്യം. സുവിശേഷ പ്രഘോഷണമാകണം നിൻ്റെ ജീവിതം. അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, ശരിയായ രീതിയിൽ സഭയിൽ പ്രബോധന ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ പ്രബോധകനായ പരിശുദ്ധാത്മാവിന് പ്രബോധകരും പ്രബോധിതരും ശിഷ്യപ്പെടണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കണം. വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ നിറവുള്ളവരായി ആ ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെടണം. അതിൻ്റെ പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തികളും ആത്മാവിൽ ജീവിതം നയിക്കുന്നവരാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ദൈവവചനം പ്രാർത്ഥനാപൂർവം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധന പ്രവർത്തനത്തോട് നിരന്തരമായി സഹകരിച്ചെങ്കിൽ മാത്രമേ സഭയിൽ പ്രബോധന ശുശ്രൂഷയും വിശ്വാസ പരിശീലനവും വേണ്ട വിധം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ദൈവശാസ്ത്ര ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട്, പ്രബോധന പ്രവർത്തനങ്ങളോട് നിരന്തരം സഹകരിക്കണം. പരിശുദ്ധാത്മാവ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സഭയിൽ പ്രബോധന ശുശ്രൂഷയിലൂടെയാണ് വിശ്വാസ പരിശീലനം സംഭവിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗം. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ജീവിത ദൗത്യമാണ് എന്ന് മനസ്സിലാക്കുക. There is no other way. Existential inability to do otherwise. എനിക്ക് മറ്റൊന്നുമാകാൻ സാധിക്കാത്ത വിധം ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകയായി ഞാൻ ജീവിക്കണം. 27-ാമത്തെ വാക്യം, അതിൻ്റെ വിചിന്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഒരു വചനം മാത്രം. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ ഒരു മനോഹരമായൊരു വാക്യമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്ന പോലെയല്ല
ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങൾ, എത്ര മനോഹരമായ ആശ്വാസം നൽകുന്ന വചനമാണെന്ന് നോക്കിക്കേ. സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇന്ന് ലോകത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? എവിടെ നോക്കിയാലും നമ്മൾ കേൾക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും കെടുതികളെക്കുറിച്ചും വിഭാഗീയതകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, വാർത്താ ചാനലുകൾ തുറന്നു നോക്കിയാൽ, സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന വയലൻസാണ്. ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, യുദ്ധത്തിൻ്റെ കെടുതികൾ. ഈശോ പറയാ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഈശോ നമുക്ക് നൽകിയ ഈ ബൈബിൾ എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ പുസ്തകമാണ്. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സമാധാനം കെടുത്താനല്ല, സമാധാനത്തിൻ്റെ വാഹകരാകാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രശസ്തമായ പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവമേ എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് പീസ്. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ സമാധാനം അവൻ നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നു. ആ സമാധാനത്തിൻ്റെ പ്രചാരകരാകാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. തൻ്റെ വേർപാടിൻ്റെ സന്ദർഭത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട്. സമാധാനം തന്നെ രക്ഷാകര പ്രവർത്തനത്തിലൂടെ ഈശോ നമുക്ക് നേടിത്തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. സമാധാനമാണ് കർത്താവിൻ്റെ അന്ത്യസമ്മാനമായി തന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത്. പീസ് ബി വിത്ത് യു. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുകയും നമ്മൾ വൈദികനിൽ നിന്നും ശുശ്രൂഷകളിലൂടെ സമാധാനം സ്വീകരിച്ച് ഇടതും വലതും നിൽക്കുന്നവർക്ക് അത് റെപ്രസെൻറ്റേഷൻ മാത്രം കേട്ടോ. സമാധാനം ആശംസിക്കുമ്പോൾ കൂടെയുള്ള എല്ലാവർക്കും സമാധാനം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ ഞാനും നിങ്ങളും അർത്ഥമാക്കുന്നത്. ഒരാൾക്കോ രണ്ടുപേർക്കോ മാത്രമല്ല, ഇടതും വലതും നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, മറിച്ച് അവിടെയുള്ള എല്ലാവർക്കും, നിന്നെ കാണുന്ന എല്ലാവർക്കും, നിന്നോട് കൂടെയുള്ള എല്ലാവർക്കും, ഈ ലോകം മുഴുവനും സമാധാനം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണത്. ഇതാണ് ഞാനും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സമാധാനത്തിൻ്റെ വക്താക്കളാകുക. സുവിശേഷം നമുക്ക് നൽകുന്നത് ഈ സമാധാനമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ സമാധാനമാണ് ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന പരിശുദ്ധ കുർബാന ആഘോഷത്തിൽ ആശംസിക്കപ്പെടുന്നതും നൽകപ്പെടുന്നതും. പരിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ ഈശോയുമായുള്ള ഐക്യത്തിൽ ഈ സമാധാനാനുഭവം നമ്മിൽ നവീകരിക്കപ്പെടുകയും അതിൽ നാം വളരുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് സമാധാനം കൈക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിശുദ്ധ കുർബാനയിലെ കേവലം ആ ഒരു ഭക്ത അഭ്യാസം മാത്രമാകരുത്. മറ്റുള്ളവർക്ക് യഥാർത്ഥ സമാധാനം കൊടുക്കുന്നവരാകാം. ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുടുംബക്കാർക്ക്, ബന്ധുമിത്രാദികൾക്ക്, അയൽപക്കക്കാർക്ക്, സ്നേഹിതർക്ക്, കൂട്ടുകാർക്ക്, ലോകം മുഴുവനുള്ള സകലർക്കും സമാധാനം ആശംസിക്കാൻ സാധിക്കട്ടെ. വീണ്ടും കാണും വരെയും ഈശോയുടെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ.